ഹായ്, കേരള അക്കൗണ്ട് കോഡിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി 25 വരെയുള്ള ആർട്ടിക്കിളുകളെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു 25, 26, 27 ആർട്ടിക്കിളുകളാണ് വളരെ പ്രധാനം. ഓരോ ആർട്ടിക്കിളിൽ നിന്നും ഒരു മിനിമം 10 ചോദ്യങ്ങളെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആർട്ടിക്കിളുകളാണ്. 5നും 10നും ഇടയ്ക്കുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ടാവാം, മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ടാവാം, പുസ്തകത്തിൽ ചില ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങൾ. ആ പുസ്തകത്തിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നെനിക്കും അറിയാം. എന്നാൽ തന്നെയും അമെൻമെൻറ്റ്സ് വേറെ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ചു വയ്ക്കുക. 25ലാണ് കൂടുതൽ അമെൻമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഹെഡ് ഓഫ് അക്കൗണ്ടുകളിൽ വന്ന വ്യത്യാസങ്ങളാണ്. അത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അതറിയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കോഡിൻ്റെ എപ്പിസോഡുകൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ട്രഷറി കോഡിൻ്റെ എപ്പിസോഡുകളുണ്ട്. എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി അറിഞ്ഞു, സന്തോഷം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കാണുമ്പോഴൊക്കെ തന്നെ ബെൽ ബട്ടൺ, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലരും ഇപ്പോൾ എപ്പിസോഡ് 1ാമത്തെ ഭാഗം അക്കൗണ്ട് കോഡിൻ്റെ 1ാമത്തെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം 1ാമത്തെ കോഡ് കേൾക്കും. അങ്ങനെ കാണണ്ട. 1 കഴിഞ്ഞ് 2 കാണുക, 2 കഴിഞ്ഞ് 3 കാണുക. അങ്ങനെ ഒരു പുസ്തകം മൊത്തം ആദ്യ അവസാനം നമ്മൾ കണ്ടതിന് ശേഷം ആദ്യത്തിലേക്ക് പോവുക. അതാണ് നല്ലത്. പരീക്ഷ എഴുതുമ്പോഴായാലും അതുപോലെ തന്നെയാണ്. പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ നിങ്ങൾ എഴുതുന്നത് വളരെ ശ്രദ്ധിച്ചെഴുതിയാൽ മാത്രമേ നമുക്ക് പരീക്ഷ ജയിക്കാൻ പറ്റൂ. വളരെ ശ്രദ്ധിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അക്കൗണ്ട് കോഡിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക. നമ്മളൊരിക്കലും 50 മാർക്കിൽ കൂടുതൽ ആൻസർ ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് വേണം ആദ്യം ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ 100ാമത്തെ ചോദ്യം വരെയുള്ള, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് മാത്രം ഫസ്റ്റ് സ്പെല്ലിൽ ആൻസർ ചെയ്ത് പോകണം. എന്നിട്ട് അല്പം കൂടെ പ്രയാസമുള്ളത് അടുത്ത് ചെയ്യുക. അല്പം കൂടെ പ്രയാസം, അങ്ങനെ മാക്സിമം ചെയ്യാന്നുള്ളത് 50. കാര്യം ഈ ക്ലാസ്സുകളെല്ലാം കേട്ടിട്ട് പോകുന്നവർക്ക്, പല പ്രാവശ്യം കേട്ടിട്ട് പോകുന്നവർക്ക് ഒരു സംശയം വരും, അയ്യോ ഇതെല്ലാം എനിക്കറിയാമെന്നുള്ളതാണല്ലോ, സാറ് പറഞ്ഞു തന്നതാണല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. സ്വാഭാവികം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ഉചിതം, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് മാത്രം ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എവിടെ ഇരുന്നാണോ നിങ്ങൾ വായിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ഇരുന്നാണോ കേൾക്കുന്നത്, അവിടെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കണം, ഞാൻ കേരള അക്കൗണ്ട് കോഡ് പരീക്ഷ പാസ്സായിരിക്കുന്നു. പാസ്സായി എന്ന് തന്നെ എഴുതാം, അല്ല പാസ്സാകും എന്നല്ല എഴുതേണ്ടത്. ഞാൻ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 അക്കൗണ്ട് കോഡ് പരീക്ഷ പാസ്സായിരിക്കുന്നു, അല്ലെങ്കിൽ പേപ്പർ 1 പാസ്സായിരിക്കുന്നു, അല്ലെങ്കിൽ പേപ്പർ 2 പാസ്സായിരിക്കുന്നു. അങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഇംപ്രഷൻ ആ റൂമിലുണ്ടാവണം. അതുപോലെ തന്നെ രാവിലെ തന്നെ പഠിക്കണമെന്നോ രാത്രി തന്നെ പഠിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏത് സമയമാണോ പഠിക്കാൻ ഉചിതം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അത് നിങ്ങളുടെ മക്കളെ ആയാലും അതുപോലെയാണ്. മക്കൾക്ക് ഏത് സമയം പഠിക്കണം എന്നതാണ് അവർക്ക് ഉചിതം, അവർക്ക് പ്രോപ്പർ എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ അവരെ പഠിപ്പിക്കാവൂ. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അത് ഓർമ്മ നിൽക്കില്ല. നിങ്ങൾക്കും അതുപോലെ തന്നെ. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഏറ്റവും എളുപ്പം രാവിലെ ഇരുന്ന് പഠിക്കണം. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ പറയും വൈകുന്നേരം ഇരുന്ന് പഠിക്കണം. എല്ലാവർക്കും അത് പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത്, ആ മൂഡ് വരുന്നത്, ആ സമയത്ത് വേണം ഇരുന്ന് പഠിക്കാൻ. പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആർട്ടിക്കിൾ നമ്പർ 26 കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പുസ്തകം എടുക്കുക. ആർട്ടിക്കിൾ നമ്പർ 26 എടുക്കുക. അതിൽ മേജർ ഹെഡിനെ കുറിച്ചും മൈനർ ഹെഡിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ഹെഡ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. മേജർ, മൈനർ ആൻഡ് ഡീറ്റെയിൽഡ് ഹെഡ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നമ്പർ 26 പറയുന്നത്. ഈ സബ് ഹെഡുകൾക്കെല്ലാം 2 അക്ക കോഡുകളാണ് ഉപയോഗിക്കുന്നത്. സബ് ഹെഡുകൾക്ക് എത്രയൊക്കെ നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്? 2 അക്ക നമ്പർ കോഡുകളാണ് അക്ക കോഡുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്.
സബ് മേജർ ഹെഡുകൾക്കും 2 അക്ക നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. മൈനർ ഹെഡുകൾക്കും 2 അക്ക നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി 5 ടയർ സമ്പ്രദായത്തിൽ 5 ടയർ സിസ്റ്റത്തിൽ 4th ടയർ എന്ന വിശേഷണം ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് ഹെഡിനെയാണ്. 5 ടയർ സിസ്റ്റത്തിൽ 4th ടയർ ആയിട്ട് കണക്കാക്കുന്ന ഏതിനെയാണെന്ന് അറിയാമോ? സബ് ഹെഡുകളെയാണ് 4th ടയർ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് വന്ന 1-2 ചോദ്യങ്ങളിലേക്ക് പോകാം. ഡാഷ് ഡിനോട്ട്സ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഡാഷ് ഡിനോട്ട്സ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മേജർ ഹെഡ് ഡിനോട്ട്സ് ദി ഫംഗ്ഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മേജർ ഹെഡാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഹെഡ് ഓഫ് അക്കൗണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. അതിൽ മേജർ ഹെഡാണ് ഫംഗ്ഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ദ ജനറൽ റൂൾസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ഗവൺമെന്റ് അക്കൗണ്ട് ഈസ് ദാറ്റ്. ദി ജനറൽ റൂൾ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ഗവൺമെന്റ് അക്കൗണ്ട് ഈസ് dash. Answer. It shall have closer reference to function, program and activity of government. It shall have closer reference to function, program and activity of government. ഒരിക്കലും വായിക്കാം ഉത്തരം ഉൾപ്പെടെ. The general rule for classification of transaction in government accounts is that shall have closer reference to function, program and activity of government. അടുത്ത ചോദ്യം. Under the scheme of numerical codification for major heads in the government accounts, the blocks of consecutive serial numbers assigned for receipts major heads on revenue accounts in form dash. Very good. Under the scheme of numerical codification for major heads in the government accounts, the blocks of consecutive serial numbers assigned for receipts major heads on revenue accounts in dash. Answer. 020 020 21999 0202 1999. അടുത്ത ചോദ്യം. With dash tier classification of government expenditure, the accounting is said to be more elaborate than that followed in commercial accounts. Indicate the classification. പുസ്തകത്തിൽ ഇതേ സെന്റൻസ് ഉണ്ട്, അതുകൊണ്ട് പുസ്തകത്തിൽ ആ സെന്റൻസ് നോക്കിക്കാണണം. ഞാൻ ആൻസർ ഉൾപ്പെടെ പറയുകയാണ്. വിത്ത് എ 5 sectors, major head, minor heads, sub heads and detailed heads, tires classification of government expenditure, the accounting is said to be more elaborate than that followed in commercial accounts. Indicate the classification. Very good. With a 5 sectors, major heads, minor heads, sub heads and detailed heads, tire classification of government expenditure, the accounting is said to be more elaborate than that followed in commercial accounts. Indicate the classification. അടുത്ത ചോദ്യം. The major heads, which are the main unit of classification in accounts, is further divided into dash heads. Minor heads. The major heads, which are the main unit of classification in accounts, is further divided into minor heads. Very good. The major heads, which are the main unit of classification ആയിട്ടുള്ള major head in accounts is further divided into minor heads. Major heads പിന്നീട് എന്തായിട്ട് മാറ്റുന്നു? minor heads ആയിട്ട് മാറ്റുന്നു. അടുത്ത ചോദ്യം. The sectors under which specific functions are grouped are subdivided into what? Dash. Major heads. The sectors under which specific functions are grouped are subdivided into major heads. Very good. The sectors under which specific functions are grouped
and subdivided into major heads. അടുത്ത ചോദ്യം. To which heads the schemes under a program generally correspond to dash? To which heads the schemes under a program generally correspond to dash? Subheads. To which heads the schemes under a program generally correspond to subheads. അടുത്ത ചോദ്യം. The major heads of account falling within the section and sectors of consolidated fund generally correspond to the dash of government, functions of government. The major heads of account falling within the sections and sectors of consolidated fund generally correspond to the functions of government. ഒരിക്കലും വായിക്കാം. The major heads of account falling within the sections and sectors of consolidated fund generally correspond to the functions of government. ഈ സെൻറ്റൻസ് ഒക്കെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ആർട്ടിക്കിൾ നമ്പർ 26 വളരെ ഭംഗിയായിട്ട് വായിച്ചോണം. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വായിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയെന്നിരിക്കാം. ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ട, സിമ്പിളായിട്ട് കണക്കാക്കി ആവർത്തിച്ച് വായിക്കുക. ആർട്ടിക്കിൾ നമ്പർ 26. അടുത്ത ചോദ്യം. ദി കോഡ് നമ്പർ റിലേറ്റിംഗ് ടു മേജർ ഹെഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിം ഫംഗ്ഷൻ ഫോളിംഗ് അണ്ടർ ദി 4 സെക്ഷൻസ് റവന്യൂ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ മേജർ ഹെഡ്, ലോൺ മേജർ ഹെഡ് ഡിഫർ ഫ്രം വൺ അനദർ ബൈ ഡാഷ് ഇൻ ദി അസെൻഡിങ് ഓർഡർ. അനദർ ബൈ 2000 ആണ് ആൻസർ. 2000. ഒരിക്കലും വായിക്കാം. ദി കോഡ് നമ്പർ റിലേറ്റിംഗ് ടു മേജർ ഹെഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിം ഫംഗ്ഷൻ ഫോളിംഗ് അണ്ടർ ദി 4 സെക്ഷൻസ് revenue receipts, revenue expenditure, capital major head, loan major head differ from one another by 2000 in the ascending order. പുസ്തകത്തിൽ ചിലപ്പോൾ അക്കൗണ്ടിൽ ഈ കോഡിൽ വ്യത്യാസം കാണും. 2000 എന്നുള്ള വേറെ നമ്പറിലാണ് കിടക്കുന്നതെങ്കിൽ മാറ്റുക. 2000 ആണ് കറക്റ്റ്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് 2000 ആണ്. അടുത്ത ചോദ്യം. In a head of account, the subhead corresponds to dash. In a head of account, the subhead corresponds to scheme. In a head of account, the subhead corresponds to scheme. അടുത്ത ചോദ്യം. Which head of account is related to functions of government? Which head of account is related to functions of government? Major head. Major head of account is related to functions of government. ഗവൺമെൻറ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? മേജർ ഹെഡ് ആണ്. മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് ടു ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ മൈനർ ഹെഡ് എന്താണ്? ഈച്ച് മൈനർ ഹെഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് ഹെഡ്സ്. ഓരോ മൈനർ ഹെഡും എന്തായിട്ട് മാറിയിരിക്കുന്നു? സബ് ഹെഡായിട്ട് മാറിയിരിക്കുന്നു. ഈച്ച് മൈനർ ഹെഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് ഹെഡ്. അടുത്ത ചോദ്യം. ദി മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ഡാഷ്. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ടിലെ ക്ലാസിഫിക്കേഷനിലെ മെയിൻ യൂണിറ്റ് ഏതാണ്? മേജർ ഹെഡ്. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ദ മേജർ ഹെഡ്. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട് ഈസ് ദ മേജർ ഹെഡ്. അടുത്ത ചോദ്യം. ഡാഷ് ഈസ് ക്ലാസിഫൈഡ് ആസ് ദി 4th ടയർ in 5-tier system of classification of transactions. Answer: subhead. Subhead is classified as the 4th tier in 5-tier system. 5-tier സിസ്റ്റത്തിലെ 4th tier ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഏതാണ്? സബ് ഹെഡിനെയാണ് 4th tier ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 5-tier സിസ്റ്റത്തിലെ 4th tier ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് ഹെഡിനെയാണ്. സബ് ഹെഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ദി 4th tier in 5-tier system of classification of transactions. അടുത്ത്. ഡാഷ് ഡിനോട്ട്സ് ദി സ്കീം. സ്കീമിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? സബ് ഹെഡ് ഡിനോട്ട്സ് ദി സ്കീം. സബ് ഹെഡ് ആണ് സ്കീമിനെ ഡിനോട്ട് ചെയ്യുന്നത്. സബ് ഹെഡ് ഡിനോട്ട്സ് ദ സ്കീം. അടുത്ത ചോദ്യം. Primary units of appropriation for the purpose of the demands of grants of government is the dash. Primary units of appropriation for the purpose of the demands for grants of government is the detailed head. Detailed head ആണ് ആൻസർ.
primary units of appropriation for the purpose of the demands for grants of government is the detailed head. അടുത്ത ചോദ്യം. The fifth and the last tier of classification which constitute the object classification is dash detailed head. സപ്പോസ് സെന്റൻസ് ഇങ്ങനെയാണ്. The fifth and the last tier of classification which constitute the object classification is detailed head. The fifth and last tier of classification ഏതാണ്? detailed head. fifth and last tier detailed head എന്ന് മനസ്സിലോർത്തോണം. അടുത്ത ചോദ്യം. A subhead or a detailed head which is placed under a particular minor head by the comptroller and auditor general should not be placed under dash. A subhead or a detailed head which is placed under a particular minor head by the comptroller and auditor general should not be placed under another minor head. Placed under another minor head. Very good. A subhead or a detailed head which is placed under a particular minor head by the comptroller and auditor general should not be placed under another minor head. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ആർട്ടിക്കിൾ നമ്പർ 27-ൽ നിന്ന് 26-ൽ നിന്നുമായിട്ട് വന്നിരിക്കുന്നത്. 26-ഉം 27-ൽ നിന്നുമായിട്ട് വന്നിരിക്കുന്ന ഇത്രയും ആർട്ടിക്കിളാണ്. അടുത്ത ആർട്ടിക്കിൾ നമ്പർ 28-ലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആസ് ചാർജ്ഡ് ഓർ ആസ് വോട്ടഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആസ് ചാർജ്ഡ് ഓർ ആസ് വോട്ടഡ് ആർട്ടിക്കിൾ നമ്പർ 28-ലാണ് പറയുന്നത്. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതാണ്. ഡാഷ് എക്സ്പെൻഡിച്ചർ ഈസ് സബ്ജക്ട് ടു വോട്ട് ഓഫ് ലെജിസ്ലേച്ചർ. ഡാഷ് എക്സ്പെൻഡിച്ചർ ഈസ് സബ്ജക്ട് ടു ദി വോട്ട് ഓഫ് ലെജിസ്ലേറ്റർ. വോട്ടഡ് എക്സ്പെൻഡിച്ചർ. വോട്ടഡ് എക്സ്പെൻഡിച്ചർ ഈസ് സബ്ജക്ട് ടു വോട്ട് ഓഫ് ലെജിസ്ലേച്ചർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. അടുത്ത ചോദ്യം. എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് അപ്പോൺ ഡാഷ് ഈസ് നോട്ട് ടു ബി വോട്ടഡ് ബൈ ദി ലെജിസ്ലേച്ചർ. എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് അപ്പോൺ കൺസോളിഡേറ്റഡ് ഫണ്ട്. എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് അപ്പോൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് നോട്ട് ടു ബി വോട്ടഡ് ബൈ ദി ലെജിസ്ലേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആകുമ്പോൾ ഏകദേശം കേരള അക്കൗണ്ട് കോഡ് വോളിയം ഫസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളാണ്. ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. പകുതിയല്ല, അതിൽ കൂടുതൽ 75% ചോദ്യങ്ങൾ ഇത്രയും ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞ എൻ്റെ പേര് അലക്സ് ബോസ്കോ എന്നാണ്. ഞാൻ 1999 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു സ്നേഹത്തിൻ്റെ സൂചകമായി നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും ഈ ക്ലാസ്സുകൾ കാണട്ടെ, പരീക്ഷ നന്നായി എഴുതി വിജയിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.